അസ്സലാമലൈക്കും. ഇന്ന് ചെറുപയർ കൊണ്ടൊരു ചോറുണ്ടാക്കാം. ചെറുപയറും കുറേശ്ശെ പരിപ്പുകളും പിന്നെ കൈമാരി ബിരിയാണി അരിയൊക്കെ ഇട്ടിട്ട് ഒരു ചോറുണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അതുകൊണ്ട് ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലപ്പരിപ്പും കുറച്ച് മൈസൂർദാലും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ കറുത്ത മുന്തിരി ഉണക്കമുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉലുവ ചെറുപയറും അരിയും കൂട്ടിയിട്ട് ഒരു ചോറ് ഉണ്ടാക്കുക. ഒരു വിസിലടിച്ചാൽ മതി. ഒറ്റ വിസിൽ അടിച്ചാൽ ചോറ് പാകമായി വന്ന് വെക്കും. കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിക്കണം. അതിന് വേണ്ടി ഇതാ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടൊക്കെ. ഈ അരിയും പരിപ്പൊക്കെ ഒന്ന് കഴുകി വരാം. ചെറുപയർ കഴുകി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂട്ടി കഴുകിയെടുത്ത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കണം. ഈ കുക്കറെടുത്തിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. ചെറുപയറും അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലിട്ടിട്ട് എല്ലാം കൂട്ടി കഴുകി വാരി എടുത്തിട്ടുണ്ട്. കുക്കറിലിട്ട് കൊടുക്കാം. കുക്കറിലിട്ട് ഒറ്റ പീസിൽ അടിച്ചാൽ നമുക്ക് വേവായിക്കട്ടെ. ഇതൊക്കെ കുറഞ്ഞ വേവുള്ളൂ ഇതിലൊക്കെ. പിന്നെ ചെറുപയറാണെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാലേ, അപ്പോൾ ചെറുപയറിനധികം വേവില്ല. അങ്ങനെല്ലാം കുക്കറിലിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൽ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അരിയുടെ മേലെ അങ്ങനെ ഒരു വിരലിൻ്റെ അരഭാഗം മതി വെള്ളം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒഴിച്ച് ഒറ്റ പീസിലടിച്ചാൽ ചോറ് റെഡിയാവും. അങ്ങനെ കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുക്കുക. ഒരു മുറി തേങ്ങ ചിരവിയിട്ട് വെച്ചിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോഴേട്ട് ഇളക്കിയിട്ട് ചോറ് എടുത്ത് കഴിക്കുക. അപ്പോൾ ചോറ് റെഡിയാവും. ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഒറ്റ പീസിലടിച്ചിട്ടുള്ളൂ. ചോറ് വെന്തിട്ട് എനിക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരവി വെച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി മറിച്ച് വിളമ്പി എടുക്കാം. അങ്ങനെ റെഡിയായി. അങ്ങനെ നമ്മുടെ ചെറുപയർ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. ഇങ്ങനെ കഴിക്കാൻ തൈരും ഒലിവുകാഴ ഉപ്പിലിട്ട് വേണം ഞാൻ അതിൽ കൂട്ടായി കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തൈര് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചോറും തൈരും ഉപ്പിലിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുപോലെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ബൈ.